God's own country, the spice garden of India, the land of the trees. A very good morning to respected Principal Ma'am, Vice Principal Ma'ams, teachers, and all my dear friends. Kerala, located at the tip of the Malabar coast, is home to many treasures. From the mighty western ghats that stretch across the state to the glistening backwaters. From the brightly colored festivals to the hearty plethora of dishes. Kerala has a rich and diverse history, the formation of which has preceded its creation as a state. Nevertheless, November 1st marks an important day in the history of this vibrant state. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. ഈ ആവശ്യത്തെ പ്രതിയാണ് നമ്മൾ മലയാളികൾക്ക് ഒരു നാട് കിട്ടിയത്. അപ്പോൾ 1956 നവംബർ 1 അന്ന് മദ്രാസ് പ്രോവിൻസിലെ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്താണ് കേരളമുണ്ടായത്. ഈ വർഷം കേരളത്തിന് 64 വയസ്സാണ്. നമ്മൾ എല്ലാ വർഷവും കേരളപ്പിറവി കേരളത്തിന്റെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. In this assembly, we'll be taking you for a trip through this wondrous state. We'll be exploring the history behind Kerala's formation, taking note of how the occasion of Kerala Piravi is celebrated, and also be clapping along to many dances and songs. But first, let's start with the prayer. Shuklam Varadaram Vishnum Shashivarnam Chaturbhujam Prasanavadhanam Dhyayet Sarva Vignopashantayet Vyasam Vasishthanatparam Shakte Pautramakalmasham Parasharatmajam Vande Shukatatam Taponidhim Vyasaya Vishnurupaya Vyasarupaya Vishnave Namo Vai Brahmanidhaye Vasisthaya Namo Namaha Avikaraya Shuddhaya Nityaya Paramatmane Sadaikaruparupaya Vishnave Sarvajishnave Om Namo Vishnave Prabhavishnave Om Shanti Shanti Shanti. നമ്മുടെ ഹൃദയത്തിൽ അഭിമാനത്തോടെ നമുക്ക് ഭൂമിദേവിയെ സാക്ഷിയാക്കി പ്രതിജ്ഞയെടുക്കാം. പ്രതിജ്ഞയ്ക്കായി ഞാൻ അക്ഷയനെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞ. ഭാരതം എൻ്റെ രാജ്യമാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. എൻ്റെ നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രയത്നിക്കും. എൻ്റെ നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമായിരിക്കും എൻ്റെ ആനന്ദം കുടികൊള്ളുന്നത്. ജയ് ഹിന്ദ്. ഒരു കൂട്ടിലിട്ട പക്ഷിനെ പോലെയാണ് നമ്മുടെ ചിന്തകളും ഭാവനകളും. ഒന്ന് തുറന്നുവിട്ട് നോക്കുക, അവ ദൂരേക്ക് സഞ്ചരിക്കും. നമുക്ക് സന്ദേശം നൽകാനായി ഞാൻ എമ്മാനുവലിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരം ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. നന്ദി. That was a wonderful thought. Now, I invite Kushagra to translate that for our wider audience. The meaning of the thought is that we should never underestimate anyone in our life, as we don't know who can do what. Nothing is useless in this world. Everything has a role to play. For example, a stop clock. We consider a stop clock as useless, but we forget that it also shows correct time at least 2 times a day. Thank you. Poetry is the rhythmical creation of beauty in words, helps us understand and appreciate the world around us, and influence in a positive way. Poems begin in delight and ends in wisdom. Here we had Chimavi Menon for a beautiful poem. കവിയുടെ ഹൃദയഭാവങ്ങൾ മണിമുത്തുകളായി പൊഴിയുമ്പോൾ 1000 സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു. ഇനി നമുക്കൊരു കവിത കേൾക്കാം. ഒരു വരി കൂടൻ പാടൂ പുണ്യപുരാണം രാമകഥ, ഒരു തിരി കൂടെ തെളിയിച്ചിനിയും പാടൂ ദേവകഥ. ഒരു വരി കൂടൻ പാടൂ പുണ്യപുരാണം രാമകഥ, ഒരു തിരി കൂടെ തെളിയിച്ചിനിയും പാടൂ ദേവകഥ. കരിമഷിയുരുകിയൊലിച്ചെന്നുള്ളിൽ തിരി പൊലിയും മുൻപേ പരിതം പാണതമ
സങ്കൽപ്പത്തിരകളിലൊഴുകട്ടെ. കരിമഷിയുരുകിയൊലി ചെന്നുള്ളിൽ തിരിപൊലിയും മുൻപേ പരിതം പാണതമം സങ്കൽപ്പത്തിരകളിലൊഴുകട്ടെ. പാടിക്കേട്ടു നൂറൊരു പിന്നൊരു നൂറൊരു ഞാൻ പാടി, പല ഒരു നിങ്ങളുടെ പൈത ചുണ്ടുകൾ പാടുവതും കേട്ടു. പാടിക്കേട്ടു നൂറൊരു പിന്നൊരു നൂറൊരു ഞാൻ പാടി, പല ഒരു നിങ്ങളുടെ പൈത ചുണ്ടുകൾ പാടുവതും കേട്ടു. ഒരു വരി കൂടൻ പാടൂ പുണ്യപുരാണം രാമകഥ, ഒരു തിരി കൂടൻ തെളിച്ചിനിയും പാടൂ ദേവകഥ. ഒരു വരി കൂടൻ പാടൂ പുണ്യപുരാണം രാമകഥ, ഒരു തിരി കൂടൻ തെളിച്ചിനിയും പാടൂ ദേവകഥ. പാടൂ ദേവകഥ, പാടൂ ദേവകഥ. കടലും കരയും കായലും പുഴയും കൈകോർത്ത് നിൽക്കുന്ന മനോഹരിയായ നമ്മുടെ കേരളം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഐക്യ കേരളം രൂപീകൃതമായതിന്റെ 64ാം വർഷത്തിൽ ഏവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. ഏഞ്ചലിനും ദീപികയ്ക്കും സ്വാഗതം. History is the connection of past, and people without knowledge of the past history, origin and culture is like a tree without roots. To highlight the significance behind Kerala Piravi and bringing synergy between the past and present of this glorious state, I would like to invite Angel and Deepika to tell us a bit about history of Kerala. The Kerala Piravi marks the birth of the state of Kerala. Until November 1, 1956, this region had 3 different states, that is, Malabar, Cochin and Travancore. The princely states were divided, and this led to the formation of the Fukialing Kerala, the United Kerala movement. The Malayali-speaking people of the princely states joined their hands together, culminating the formation of Kerala. The term Kerala was first epigraphically recorded as Ketalaputtu Cheras in a 3rd century BCE rock inscription by the Emperor Ashoka of Magadha. It was mentioned as one of the 4 independent kingdoms in southern India during Ashoka's time, the others being the Cholas, the Pandyas and the Satyaputras. The Cheras transformed Kerala into an international trade center by establishing trade unions along the Arabian Sea, the Mediterranean, the Red Sea ports as well as the Far East. The Cheras collapsed after the repeated attacks along the neighboring Cholas as well as the Rashtrakutas. Nandi Namaskaram. കലാ സാംസ്കാരിക പാരമ്പര്യമുള്ള നാടാണ് കേരളം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച പൈതൃക സമ്പത്തുള്ള നമ്മുടെ മലയാളം, കേരളത്തിന്റെ തനത് പാരമ്പര്യം ഉൾക്കൊണ്ട നാടൻ കലകൾ ഉൾപ്പെടെയുള്ള കലകൾ നമ്മുടെ പ്രൗഢിയും തനിമയും വിളിച്ചുകൂട്ടുന്നു. സ്വാഗതം ഇഷയ്ക്കും ഹരിക്കും. The tradition and culture of a place induces a sense of comfort and belonging. It enforces values such as freedom, faith, and integrity in us and helps us showcase the virtues of our ancestors. So here we have Harinarayan and Isha to tell us more about the traditions and culture of Kerala. Namaskaram. The beautiful land of coconuts, Kerala, always offers delightful, scenic, and exceptional experiences for everyone. Kerala forms are something special that helps you to understand the vibrant culture, heritage of the state on a deeper level. We would like to tell you guys about some of the traditional art forms of Kerala. Theyyam is a popular ritual form of worship in Kerala. The performers of Theyyam belong to the lower caste community in the Asian caste structure found by the Nambudiri Brahmins in Kerala. The people of the northern parts of Kerala consider Theyyam itself as a channel to a god, and they thus seek blessings from Theyyam. The dance is generally performed in front of a village shrine. Pashnikadavu temple in Kannur is famous for its Muttapalli. Chakyarkooth is another performance art from Kerala. It is primarily a type of highly refined speech where the performer narrates episodes from the Hindu epics and stories from the Puranas. In
Chatiyar's facial expressions are emphasized and there is minimal choreography. Now Isha will tell more about the cultures of the gods in the country. Thank you. The cultural heritage of Kerala is one I've ever must experience. It's a combination of both Indian and Dravidian culture. The cultural heritage of Kerala are reflected in its various art forms, martial arts, dresses, the people and cuisine. Elephants form an integral part of the culture. They are found outside temples for various religious activities. Some of the artworks of Kerala are revolving around Chinese ceramics, caskets, teapots and brass inlaying. Each of the festivals in Kerala are celebrated with all its pomp and grandeur. Some of these main festivals are Onam, Vishu, Eid, Trishulpuram and many more. കഥകളി, കൂത്ത്, തുള്ളൽ, മൂഴിഞ്ഞാട്ടം തുടങ്ങി തനത് നാടൻ കലകളുടെ വലിയൊരു ശേഖരം കൈരളിക്ക് സ്വന്തം. സാഗറിനും പീയൂഷിക്കും സ്വാഗതം. There are 2,167 temples in Kerala, including the famous Guruvayur temple and the Vaikam Mahadev temple, which is also one of the oldest in India. Each of these temples boasts their own unique architecture and history. To tell us a bit more about the different art forms associated with the temples of Kerala, I would like to invite Piyushi and Samar. Kerala is the land of art and festival. It has everything to entertain people from all around the world. In the arena of art and festival, Kathakali is the best visual treat. In olden days, Kathakali was performed only in the palaces. The local kings of Kerala would enjoy and encourage Kathakali. Kathakali has characters enriched from the Hindu culture. It can entertain you and everybody. There are hundreds of art forms and rituals in Kerala. Among them, Mohiniyattam is attractive and it has a tradition over hundreds of years. Basically, the art form Mohiniyattam reveals something colorful. It is one of the 8 Indian classical dances. Thank you. Next, we have a skit put up by the talented actors of class 10 on the creation of Kerala by Lord Parashurama, and I'm sure all of you will enjoy it. Kerala is called God's own country for its culture, beauty and heritage. But has anyone wondered how this all came into being? It all started when the gods would descend down from heaven onto earth. In present-day Indore, the 6th incarnation of Lord Mahavishnu, Parashurama, was born to the Brahmin sage Jamadagni and his Kshatriya wife Renuka. We are so blessed to have our son. It's all the gods' blessings. A devout deity of Lord Shiva, he received a parashu, an axe, from Lord Shiva as a boon. Thus, the name Parashurama was given to him. Parashurama went on to become a king who was known for his anger, a temper which benefited the purpose that he was sent to fulfill on earth. The aim of his birth was to deliver the world from the arrogant oppression of the ruling caste, the Kshatriyas. His father, Rishi Jamadagni, was killed by Kshatriyas, which only fueled his rage and anger. He went on to earn the name Kshatriya Vinashak, as mentioned in the Vana Parva of the Mahabharata. I will avenge my father's death. I will kill you all Kshatriyas. And so he did. Parashurama killed all the male Kshatriyas on earth. After destroying all the Kshatriya kings, he approached an assembly of learned men, which was headed by Kashyapa, to find a way of penitence for his sins. Oh great Kashyap, I came before you seeking your help. What is it that we here can help you with, O Parashurama? I need to ask for forgiveness of my sins. You have committed a lot of sins in your life here on earth, but to save your soul from eternal damnation, I, Kasyapa, advise you to bestow all the land you have upon me. Yes, Maharishi, I will do whatever you order to get rid of my sins. Go to the holy place of Gokarna, where you will need to meditate to please the gods to forgive you. You must leave today itself. Dhanyavad Maharishi. By doing so, Parashurama had given away everything he had and did not have a place to live. While he was meditating in the hills of Gokarna, he was blessed by the Samudra Raja. I'm very satisfied with the sincere actions that you're doing to attain forgiveness for your sins.
That is why I want to give you a boon that will help you gain some land on which you could live on. All you have to do is throw your axe into the oceans. Okay, King. Parashurama used his divine powers to throw the axe seaward to carve out a piece of land, while the ocean stepped that much backwards in deference of the great sage. Let this place be called God's own country, for without them, I would never have made this abode. This skit depicts the birth of Kerala and even the origins of its third name, Parashurama Kshetra, that is, land of the Parashurama. Kerala Piravi gives us a chance to appreciate the uniqueness of God's own country. It truly is a day of such pride and celebration for people all over Kerala. Happy Kerala Piravi to everyone out there. Stay home, stay safe. സംഗീതത്തിന് ജീവിതത്തിൽ വളരെ സ്വാധീനമുണ്ട്. വാക്കുകളിലൂടെ പറയാൻ സാധിക്കാത്തത് സംഗീതത്തിലൂടെ സാധിക്കും. എല്ലാ വികാരങ്ങളും ഉള്ള മഹാസാഗരമാണ് സംഗീതം. മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ ഉള്ള നല്ല ഒരു മാർഗം സംഗീതം തന്നെ. വരൂ നമുക്കൊരു നല്ല സംഗീതം ആസ്വദിക്കാം. We can all agree that music has a massive impact on our lives. Where words leave off, music begins. Our culture has been greatly shaped by different art forms, especially music. It has a power to culturally, morally, and emotionally influence our society. It is a way to express ourselves. So here we have the students of class 10 with their melodious music. ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരനുടഞ്ഞു വീണിതിൽ കരനുറപ്പുള്ള കേരളം നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരനുടഞ്ഞു വീണിടിൽ കരനുറപ്പുള്ള കേരളം ശ്യാമസുന്ദര കിരകിദാര ഭൂമി ജലജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി ഇതു ശ്യാമസുന്ദര കിരകിദാര ഭൂമി മാനവർക്കു സമത നൽകിയ മവലിതൻ ഭൂമി മധുരമൈത ലളിത കലകൾ വിരിയും മലർപാടി ശ്യാമസുന്ദര കിരകിദാര ഭൂമി താളമേളവാദ്യനാദം സായിരയാം പുകിലഗീതം വിവിധ ജാതി മതവംശജ സഹചരെ പോലുന്നായി നവയുഗത്തിൻ പൊൻകതിരുകൾ പിടച്ചിടും ഭൂമി ശ്യാമസുന്ദര കിരകിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി. I've come so far from where I began. It's since I know the ways, the breeze on my skin. Wish that I could be back in my homeland, singing the da 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 da. Show me the road and I'll be right there. I'll do anything to feel the wind in my hair. I'll go far as it takes and I won't even care. I'll sing the da 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 da. കുട്ടനാടൻ കുഞ്ചയിലെ
തിരുവാതിരകളി. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരകളി. ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് അവതരിപ്പിക്കുന്ന കലാരൂപം കൂടിയാണ് തിരുവാതിരകളി. കത്തിച്ച് വെച്ച നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ പാട്ടിനെ താളത്തിനൊപ്പിച്ച് പെൺകുട്ടികൾ പരസ്പരം കൈകൊട്ടിക്കൊണ്ട് ലളിതമായ ചുവടുകളോടെയാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. This movement has an aesthetic and symbolic value and is acknowledged as a dance form by performers and observers within a particular culture. Tiruvadira is an amazing type of dance performed by groups of 8 to 10 women who are seen dressed in a traditional Kerala attire, dancing in circles. The graceful movements of the dance are both enchanting and elegant. The white sarees with colorful borders, along with fresh jasmines adorning their hair, make for a wonderful sight. Fidelity and the power of female energy are the crux of these ancient performances. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ തിരുവാവണിരാ
കളരിപ്പയറ്റ് കേരളത്തിൻ്റെ ആയോധന കലയാണ് കളരിപ്പയറ്റ്. പ്രധാനമായും 3 ശൈലികളിലാണ് കളരിപ്പയറ്റുള്ളത്: തെക്കൻ രീതിയും വടക്കൻ രീതിയും തുളുനാടനും. വിവിധ ആരോഗ്യ നിയമങ്ങളാൽ കളരിപ്പയറ്റ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ഉന്നത മൂല്യങ്ങൾ കൂടി പഠിപ്പിച്ചിരുന്നു. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം. കേരള പിറവിയുടെ സത്യം ഉൾക്കൊള്ളുന്ന ചില കലാ സഹ്യപർവ്വതം പട്ടുചാർത്തിടും സ്വപ്നഭൂമിയാം കേരളം. കേരമാമരം ചേലിലാടിടും ദേവഭൂമിയാം കേരളം. കൊഞ്ചിടും ചെറുചോലകൾ കളകാഞ്ചി തഞ്ചതിമൂളവേ ഇടനെഞ്ചിലെ മണിവീണയിൽ പ്രിയരാഗമാമെന്റെ കേരളം. മാനേജ്മെന്റിനും ഞാൻ എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇത്ര മനോഹരമായ പരിപാടി ഇവിടെ അവതരിപ്പിച്ച എൻ്റെ എല്ലാ സഹപാഠികൾക്കും അതിലുപരി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു തന്ന അധ്യാപകർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി പരിപാടി ഇതുവരെ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഞാൻ അനിക്കിത 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി സുരക്ഷിതവും സന്തോഷവും നിറഞ്ഞ കേരള പിറവി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. As we have approached towards the end of the assembly, I would like to pay my sincere gratitude to Principal Ma'am and the management for providing us a platform to conduct this assembly. I would like to thank the teachers for being the backbone of this assembly, without whom this program would have been incomplete. I would also like to thank the participants for their immense efforts to make this assembly a successful one. Finally, I would like to thank the audience for their patience and cooperation. This is me, Sri Lakshmi, signing off on behalf of the entire 10th grade, wishing you all a happy and safe Kerala period. കണ്ണു തുറന്ന് കൽബ് മിടിച്ച് മുന്നിലോളുണ്ട്. കണ്ണു തുറന്ന് കൽബ് മിടിച്ച് മുന്നിലോളുണ്ട്.